ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ഞാനിവിടെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ ഞാൻ മാരിനേറ്റ് ചെയ്യാണ്. മാരിനേറ്റ് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത്, 2 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്, ഇതൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്യണം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വേണ്ടിട്ടുള്ളൂ. അത് ആദ്യം ഇടാൻ മറന്നുപോയി. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ എടുക്കണ്ടു. ചിക്കൻ മാരിനേറ്റ് ആകുന്ന സമയം കൊണ്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കാഷ്യൂസ് അതിൽ ഫ്രൈ ചെയ്തെടുക്കുക, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാഷ്യൂസ് ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമ്മളതിനെ കോരിയെടുക്കുക. എന്നിട്ട് അതിൽ ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഫുള്ള് നെയ്യിലോ അല്ലെങ്കിൽ ഫുള്ള് എണ്ണയിലോ ഒക്കെ വറക്കാട്ടുള്ളൂ, അത് നമ്മുടെ സൗകര്യം പോലെ. ഈ ഉണക്കമുന്തിരിങ്ങ ഒന്ന് ഫ്രൈ ആയ ശേഷം അതും നമ്മൾ കോരിയെടുത്ത് മാറ്റി വെക്കണം. ഇനി ആ പാനിൽ തന്നെ നമ്മൾ 2 മീഡിയം സൈസ് ഉള്ളി കനം കുറഞ്ഞ് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കണം. നല്ലോണം അടർത്തി ഇട്ട് കൊടുക്കണം കേട്ടുള്ളൂ, അപ്പോൾ അത് ശരിക്കും ഫ്രൈ ആയി കിട്ടുള്ളൂ. ഈ ഉള്ളി നമ്മൾ ക്രിസ്പായി ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് അവസാനം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഉള്ളി ഒന്ന് ലേശം വഴറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്നും കൂടെ വതക്കിയെടുക്കുക. ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ അതിനെ കോരി മാറ്റി വെക്കണം. ഒരു കുക്കർ ചൂടാക്കിയിട്ട് അതിലൊരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ നെയ്യോ അല്ലെങ്കിൽ മുഴുവൻ എണ്ണയോ ഉപയോഗിക്കാട്ടുള്ളൂ. അതിലൊരു 3 മീഡിയം സൈസ് ഉള്ളി നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി നല്ല കനം കുറച്ച് മുറിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് മുക്കാലും വതങ്ങിയ ശേഷം നമ്മളിതിൽ 2 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ്, 2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1 ടീസ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇടണം. ഇനി ഇതൊക്കെ ഒന്ന് വതക്കിയെടുക്കണം. ഇനി ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വതങ്ങിയ ശേഷം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഗ്യാസ് നന്നായി താത്തിയിട്ട് വേണം പൊടികൾ ചേർക്കാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. ഇതൊക്കെ ചേർത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി തക്കാളിയൊക്കെ ഒന്ന് ആ ഉള്ളിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് വേവിക്കണം. അത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അരിഞ്ഞു വെച്ച പുതിന ഇല നമുക്കതിൽ ചേർത്ത് കൊടുക്കണം. പുതിനയില 1/2 കപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായി അരിഞ്ഞ മല്ലിയില 1/2 കപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം ഇതിൽ. ഇനി ചിക്കൻ ആ മസാലയുടെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും ഇതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്ന വരെ വേവിക്കുക. ചിക്കനിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടുള്ളൂ. ബിരിയാണിക്കുള്ള ചോറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് ബാസ്മതി റൈസ് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നുണ്ട്. ഇനി ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കാൻ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഈ നെയ്യൊന്ന് ചൂടായ ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ബിരിയാണി ഇല, നമുക്ക് ഏതൊക്കെ ഹോൾ സ്പൈസസ് വേണോ അത് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മളിതിൽ കുതിർത്തി വെച്ചിട്ട് അരി ആഡ് ചെയ്യണം. എന്നിട്ട് ആ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് ഈ മസാലയിൽ കൂടെ ഇട്ട് ഒന്ന് വഴറ്റി, എന്നിട്ട് അതിൽ 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളിതിനെ അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് അരി വെന്തോ വെള്ളം പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കണം. പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം.
അരി ഒരു 70-80% വേകാൻ പാടുള്ളൂ, നല്ലോണം വെന്ത് കുഴയാൻ പാടില്ല. ദം ചെയ്യുമ്പോൾ അത് പാകത്തിന് വെന്തോളും. ബാസ്മതി റൈസ് ആകുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതിയാകും. നമ്മളൊരു 15 മിനിറ്റ് അരി കുതിർത്തും വെച്ചിട്ടുണ്ടല്ലോ. ഇനി വെള്ളം പോരാ തോന്നിയ ഇടയ്ക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ആദ്യം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അരി വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യണം. അരി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഇനി വെള്ളത്തിൽ കൂടിപ്പോയി അരി വേകുകയും ചെയ്തു, ഈ വെള്ളം വറ്റിക്കാനുള്ള ഇടയില്ല, ഓവർ കുക്കായി പോകുമെന്നുണ്ടെങ്കിൽ ഉടനെ അതിനെ വാർത്ത് കഴിയുമ്പോൾ അപ്പം നമുക്ക് കറക്റ്റായിട്ട് പാകത്തിനുള്ള വേവാകും. ഇപ്പം നമ്മുടെ അരിയിൽ വെള്ളമൊക്കെ വറ്റി അരി ഒരു 80% വെന്തിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ ചോറിലുള്ള പട്ടയും ഗ്രാമ്പും ഒക്കെ വേണമെങ്കിൽ എടുത്ത് കളയാട്ടുള്ളൂ. ഇനി കുക്കർ തുറന്ന് നോക്കാം. ചിക്കൻ കറി ആയിട്ടുണ്ട്. ഇനി ഉപ്പ് പാകമാണോ നോക്കിയിട്ട് പോരയും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി കറി നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി ചിക്കൻ കറിയുടെ മുകളിൽ നമ്മൾ ചോറ് ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുക്കണം. ചോറിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ പട്ട ഗ്രാമ്പൂ വല്ല മസാലകളാണെങ്കിൽ അതെടുത്ത് കളയാട്ടുള്ളൂ. ഇനി ആ ചോറിൻ്റെ മുകളിൽ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ, കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയിലയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കണം. ഇനി ബാക്കിയുള്ള ചോറിനെ നമ്മൾ ഇതുപോലെ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഈ ചോറിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മുന്തിരിങ്ങയും കാഷ്യൂവും ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് അരിഞ്ഞ് വെച്ച പുതിനയിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കണം. ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്ക് അതിനെ ദമ്മ് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് ചൂടാക്കണം. നമുക്കൊന്ന് ദമ്മ് കൊടുക്കുമ്പോൾ കുക്കറിൽ വിസിൽ വെക്കണ്ട. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുക്കർ തുറന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം മുകളിൽ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ ഈ ബിരിയാണി ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു. ബൈ ബൈ.